If the marriage is not working for the couples, better part ways. പലരും കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് മാരേജിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് ചൈൽഡിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരികയാണ് ഈ പാരന്റ്സിനെ ഒന്നിച്ച് നിർത്തേണ്ടത്. ഹോൾ റെസ്പോൺസിബിലിറ്റി ഈസ് ഗോയിങ് ടു ദ ചൈൽഡ് ആൻഡ് ദാറ്റ് ഇസ് എ ഹ്യൂജ് ബർഡൻ ഫോർ ദ ചൈൽഡ്. ആ കുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫേവർ എന്ന് പറയുന്നത്, ഇഫ് ദ മാരേജ് ഇസ് നോട്ട് വർക്കിംഗ് ഫോർ യു, ടേക്ക് എ കോൺഷ്യസ് ഡിസിഷൻ to separate the marriage and they can co-parent the child. At least that child can grow up in a safe environment. അല്ലെങ്കിൽ ഈ കുട്ടി സ്ഥിരമായിട്ട് വളർന്നു വരുന്നത് വളരെ ഒരു അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും, വളരെ അൺസർട്ടനിറ്റിയും അൺസേഫ് സിറ്റുവേഷനിലായിരിക്കും വളർന്നു വരുന്നത്. എത്ര കോംപ്രമൈസ് ചെയ്തിട്ടാണെങ്കിലും മാരേജിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മാരേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ വേ ഔട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഇന്ന് ഫീൽ ചെയ്യുന്നത് മാരേജ് ഇസ് എ ട്രാപ്പ്. മാരേജിനെ പറ്റിയിട്ടുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ആ കുഞ്ഞിന് വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ മൈ മാരേജ് ഇസ് നോട്ട് വർക്കിംഗ്, ദെൻ ഐ കനോട്ട് കം ഔട്ട്. പിന്നെ ഞാൻ എന്തിനാ ഒരു മാരേജിലേക്ക് പോകണേ? ഓക്കെ, നമ്മൾ ആദ്യം കാണുന്ന മാരേജ് എന്ന് പറയുന്നത്, ആ ഒരു കൺസെപ്റ്റ് കിട്ടുന്നത് പാരന്റ്സിന്റെ മാരേജിൽ നിന്നാണ്. ഓക്കെ, അതിൽ നിന്നാണ് മാരേജിനെ പറ്റിയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നത്. അവിടെ ഒരു ഇംപ്രിന്റ് ഉണ്ടാവുന്നുണ്ട്, മാരേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ആ ഇംപ്രിന്റ് വെച്ചുകൊണ്ടാണ് ഫ്യൂച്ചറിൽ വേറൊരു റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ചെയ്യുന്നത്.